നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പളയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മണലിൽ കുഴിച്ചുമൂടിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. ജോപ്പന്റെ കട്ടിൽ ജയിലിൽ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കുവാൻ തയ്യാറാകാത്തതെന്നും കോടിയേരി. ജനവിശ്വാസം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് CPI നേതാവ് C ദിവാകരൻ. കാസർഗോഡ് മണ്ഡലത്തിൽ LDF ഉജ്ജ്വല വിജയം ആവർത്തിക്കുമെന്നും C ദിവാകരൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. കെ സുരേന്ദ്രനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP പരാതി നൽകി. സൈബർ സെൽ അന്വേഷിക്കും. വാർത്തകൾ വിശദമായി. കുമ്പളയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മണലിൽ കുഴിച്ചുമൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് നടത്തിയ രഹസ്യമായ നീക്കത്തിൽ കർണാടകയിലെ കുന്താപുരത്തു നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുൻ പഞ്ചായത്ത് അംഗം മുഹമ്മദിന്റെ മകൻ ഷെഫീഖിനെ വെട്ടിക്കൊലപ്പെടുത്തി മണലിൽ കുഴിച്ചുമൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പള സ്വദേശികളായ അബ്ദുൽ സലാം, നൌഷാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തെ തുടർന്ന് കർണാടകയിലെ കുന്താപുരത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷെഫീഖിനെ പ്രതികൾ മദ്യപിക്കുവാൻ വിളിച്ചു വരുത്തി ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം മണലിൽ കുഴിച്ചുമൂടുകയായിരുന്നു. DYSP TP രഞ്ജിത്ത്, CI KP സുരേഷ് ബാബു, SI KV ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സന്തത സഹചാരിയായ ജോപ്പന്റെ കട്ടിൽ ജയിലിൽ മുഖ്യമന്ത്രിയെ കാത്തിരിപ്പുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പടയൊരുക്കം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി രാജിവെക്കാത്തത് ജയിലിൽ പോകേണ്ടിവരുമെന്ന ഭീതി കൊണ്ടാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സന്തത സഹചാരിയായ ജോപ്പൻ ജയിലിൽ കിടന്ന കട്ടിൽ ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുകയാണ്. വ്യക്തമായ ആക്ഷേപമുണ്ടായിട്ടും രാജിവെക്കില്ലെന്നാണ് മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുന്നത്. ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വോട്ട് പോലും കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം തന്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കുമെന്ന് പറഞ്ഞ് സഹതാപതരംഗം സൃഷ്ടിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തന്റെ വാദം കേൾക്കുവാൻ കോടതി തയ്യാറായില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ശരിയല്ല. കേസുകൾ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകുകയല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ജനറലാണ് കോടതിയിൽ ഹാജരായത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് കോടതിയിൽ ബോധിപ്പിക്കാമായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. വീണിടത്ത് കിടന്നുരുളുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് ഇനിയും ജനങ്ങളെ പറ്റിക്കാനാവില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഇപ്പൊ കോടതി പറയുന്നു CBI അന്വേഷണം നടക്കട്ടെ, അപ്പോഴാണ് ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ അനുകൂലമാണെന്ന്. ഇത് സ്വയം പിടിക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടല്ലേ. ഇന്നലെ ഹൈക്കോടതി നടത്തിയുള്ള പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം വൈകാതെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേരളത്തിൽ മുമ്പ് വന്നപ്പോൾ ഇവിടെ പല നേതാക്കന്മാരും സ്വീകരിച്ച മാതൃക ഇന്ന് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന മാതൃകയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് CBI അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് CBI അന്വേഷിക്കുമ്പോൾ ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി തുടരുന്നത് ശരിയാണോ? മുഖ്യമന്ത്രിയുടെ തണലിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പിനെയും രജിസ്ട്രേഷൻ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും സ്വാധീനിച്ചുകൊണ്ടാണ് ഈ വലിയ കുംഭകോണം നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് CBI അന്വേഷിക്കുമ്പോൾ ആരോപണ വിധേയനായി പ്രതിക്കൂട്ട് നിൽക്കുന്നൊരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കും? CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും കോടിയേരിക്കൊപ്പം പടയൊരുക്കം പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനവിശ്വാസം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് CPI നേതാവ് C ദിവാകരൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പടയൊരുക്കം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മുഖ്യമന്ത്രിയുടെ ജനവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതി സലിം രാജിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് വ്യക്തമാക്കുവാൻ UDF നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. കേസന്വേഷണം CBIക്ക് വിടണമെന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ മറുപടി പറയുവാൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതാണ്. വിവിധ കേസുകളിലായി അന്വേഷണ കമ്മീഷനെ മുഖ്യമന്ത്രി അഭിമുഖീകരിക്കുകയാണ്. സലിം രാജിനെതിരെ നടപടിയെടുക്കുവാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറായില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പൂർണ്ണമായും ജനവിശ്വാസം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്നും C ദിവാകരൻ പറഞ്ഞു. ഭൂമി തട്ടിപ്പ് കേസിൽ കോടതി സർക്കാരിനെതിരെ പരാമർശം നടത്തിയ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കാത്തത് ദുരൂഹമാണ്. ഇതോടെ സുധീരന്റെ കപടമുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UPA സർക്കാരാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ LDF ഉജ്ജ്വല വിജയം നേടുമെന്നും C ദിവാകരൻ പറഞ്ഞു. CBI അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്ന സുധീരൻ പറയുന്നത് സുധീരന്റെ സ്വാഗതത്തിന്റെ ആവശ്യമൊന്നുമില്ല. സുധീരൻ പറയേണ്ടത് ഇവർ സ്വാഗതം ചെയ്തില്ലെങ്കിൽ CBI അന്വേഷണം നടത്തില്ല. സുധീരന്റെ കപട മുഖംമൂടി അഴിഞ്ഞ് വീഴാൻ പോവാണ്. സുധീരന്റെ മറുപടി ഇതല്ല കേരളം പ്രതീക്ഷിച്ചത്. ആദർശധീരനായ സുധീരൻ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഇതല്ല. പഠിക്കട്ടെ, വരട്ടെ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിന് ഉമ്മൻചാണ്ടി ഇതുവരെ മറുപടി വന്നില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല അദ്ദേഹം മറുപടി പറയേണ്ടത്. അതെങ്ങനെയാണ്? ഞാനൊരു CPI മന്ത്രിയാണ്, എന്നെ കുറിച്ചൊരു ആക്ഷേപം വന്നാൽ ആദ്യം മറുപടി പറയേണ്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സംരക്ഷിക്കേണ്ടതും അല്ല. സുധീരൻ പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി മറുപടി പറയേണ്ടതെന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഈ ഒബ്സർവേഷൻസ് കടലാസ് വില പോലും കൊടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? നിയമവാഴ്ച നടത്താൻ ബാധ്യസ്ഥനായ ഒരു മുഖ്യമന്ത്രി കോടതി അവഹേളിക്കുകയല്ലേ? പടയൊരുക്കം പരിപാടിയിൽ CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയെ വിന്യസിച്ചു. കാസർഗോട്ടെ പ്രധാനപ്പെട്ട പ്രശ്നബാധിത മേഖലകളിൽ വ്യാഴാഴ്ച കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുവാൻ കാസർഗോട്ട് കേന്ദ്രസേനയെ വിന്യസിച്ചു. സംഘർഷബാധിത മേഖലകളിലാണ് കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രസേന കാസർഗോട്ടെത്തിയത്. ബംഗാളിൽ നിന്നുള്ള CISF ഭടന്മാരായ ഇവർ കാസർഗോട്ടെ പ്രശ്നബാധിത മേഖലകളിൽ രാപകൽ ഭേദമന്യേ സുരക്ഷയൊരുക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകളെ നേരത്തെ തന്നെ തരംതിരിച്ചിരുന്നു. ഇത്തരം ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുന്നത്. കാസർഗോട്ടെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേന ശനിയാഴ്ച റൂട്ട് മാർച്ച് നടത്തി. പെരിയയിലെ ആംഡ് പോലീസ് ക്യാമ്പിലാണ് സേനയ്ക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെ സുരേന്ദ്രനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP ജില്ലാ കമ്മിറ്റി കാസർഗോഡ് SP-ക്ക് പരാതി നൽകി. മാർച്ച് 23-നാണ് സുരേന്ദ്രനെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. കെ സുരേന്ദ്രനെ അപമാനിക്കുന്ന രീതിയിലുള്ള 2 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റിന്റെ ലിങ്ക് സുരേന്ദ്രന്റെ ഫേസ്ബുക്കിൽ കമന്റായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു ചാനലിന്റെ എംബ്ലം നൽകി വാർത്ത വായിക്കുന്നത് പോലെയാണ് അപകീർത്തികരമായ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാക്ഷി എന്ന പേജിൽ നിന്നാണ് കമന്റ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 23-ന് രാത്രി 7 മണിയോടെയാണ് വീഡിയോ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ ഈ പോസ്റ്റിന് 120ഓളം കമന്റുകളും 776 ലൈക്കും ലഭിച്ചിട്ടുണ്ട്. 1987 പേർ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ടെന്നും SP തോംസൺ ജോസ് അറിയിച്ചു. കാസർഗോഡ് കലാസംഗമ പ്രതിഷ്ഠാനയുടെയും താലൂക്ക് മഹിളാ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കന്നഡ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി വിദ്യാനഗർ ചിന്മയ ലളിതകലാ സദനത്തിലാണ് പരിപാടി നടന്നത്.
കർണാടക സുഗമ സംഗീത പരിഷത്തിന്റെ പ്രധാന കാര്യദർശി കിക്കേരി കൃഷ്ണമൂർത്തി സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ಅಪ್ಪಟ ಕನ್ನಡದ ಕಾರ್ಯಕ್ರಮ ಇದು ಕನ್ನಡದ ಹಬ್ಬ ಆಗಬೇಕು, ಇದು ಕನ್ನಡದ ಜಾತ್ರೆ ಆಗಬೇಕು. ಇಲ್ಲಿ ಅವನಿಲ್ಲ ಇವನಿರ್ಬೇಕು ಅವನಿರ್ಬೇಕು ಅನ್ನೋ ಪ್ರಶ್ನೆ ಇಲ್ಲ. ಇದು ಒಟ್ಟಾರೆ ಯಾರ ಹಬ್ಬ ಅಂದ್ರೆ ಇದು ಕನ್ನಡಿಗರ ಹಬ್ಬ, ಎಲ್ಲರೂ ಸೇರುವಂತಹ ಕಾರ್ಯಕ್ರಮ ಆಗಬೇಕು ಅಂತ. ಹಾಗಾದ್ರೆ ಏನ್ ಮಾಡೋಣ ಸರ್? ಒಂದು ಕೆಲಸ ಮಾಡೋಣ, ಸಾಂಕೇತಿಕವಾಗಿ ಇವಾಗ 100-200 ಜನಕ್ಕೆ ಒಂದು ತರಬೇತಿ ಶಿಬಿರ ಮಾಡೋಣ. ಈಗ ನನಗೆ ಈ ಮಾರ್ಚ್ ತಿಂಗಳಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದಾಗ ಸ್ವಲ್ಪ ಅದರ ಬಗ್ಗೆ ಆತಂಕ ಅನುಮಾನಗಳಿದ್ದುಂಟು. ಯಾಕಂದ್ರೆ ಎಲ್ಲ ಮಕ್ಕಳಿಗೆ ಪರೀಕ್ಷೆ ಸಮಯ ಇದ್ಯಾವ SLC ಪರೀಕ್ಷೆ ಸಮಯ, ಮತ್ತೆ PUC ಬೇರೆ ಬೇರೆ 7, 8, 9ನೇ ಶಾಲೆಯ ಮಕ್ಕಳಿಗೆ ಕೂಡ ಪರೀಕ್ಷೆ ಸಮಯ ಅಂತ ನನಗೆ ಗೊತ್ತಿತ್ತು. ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ ബി പുഷ്പരാജ് അധ്യക്ഷനായിരുന്നു. ഉമേഷ് ശാലിയാൻ മുഖ്യാതിഥിയായിരുന്നു. പുത്തൂർ നരസിംഹ നായിക്, കൽമാടി സദാശിവ ആചാര്യ, ശ്രീനിവാസ ഉടുപ്പ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം സുഗമ സംഗീതത്തെക്കുറിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. ശൂർപ്പണക മാനഭംഗം പ്രസംഗത്തിന്റെ യക്ഷഗാന താളമദ്ദളയും അരങ്ങേറി. ഭാവനയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് യക്ഷഗാന താളമദ്ദളം അവതരിപ്പിച്ചത്. ശനിയാഴ്ച കവിയരങ്ങ് നടന്നു. പ്രമുഖ പത്രപ്രവർത്തകൻ രാധാകൃഷ്ണ ഉളിയത്തടുക്ക ഉദ്ഘാടനം ചെയ്തു. കന്നഡ ഭാഷാരംഗത്തെ പ്രമുഖ കവികൾ കവിയരങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഉദയാസാരംഗിന്റെ മായാപ്പെട്ടിക എന്ന കന്നഡ നാടകവും അരങ്ങേറി. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങ് എടനീർ മഠത്തിലെ കേശവാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. YK മുദ്ദുകൃഷ്ണ അധ്യക്ഷനായിരുന്നു. M ഉമേഷ് ശാലിയാൻ, പ്രശസ്ത കന്നഡ പിന്നണി ഗായകൻ രമേശ് ചന്ദ്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. താലൂക്ക് ആസ്ഥാനം ഉപ്പളയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടന്നു. ധർണയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. കുസുമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ലൈല ടീച്ചർ, പുഷ്പ, ആയിഷ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നിട്ടുകൂടി സ്വന്തം ബ്ലോക്കിനോടുള്ള സ്നേഹം പോലും കാണിക്കാതെ താലൂക്ക് ആസ്ഥാനം ഉപ്പളയിലേക്ക് മാറ്റുവാൻ കത്ത് നൽകിയത് മുംതാസ് സെമീറയാണ്. ഇവരുടെ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും മഹിളാ ധർണയിൽ ആവശ്യം ഉയർന്നു. ತಾಯ್ನಾಡ ಬಗ್ಗೆ ಪ್ರೀತಿ ಇರುವಂತ ಯಾವುದೇ ವ್ಯಕ್ತಿಗೆ ಈ ರೀತಿ ಅನ್ಯಾಯ ಹೋಗುವಾಗ ದುಃಖವಾಗುವಂಥದ್ದು ಸಹಜವಾದದ್ದು. ಕನ್ನಡದಲ್ಲಿ ಗಾದೆ ಇದೆ, ಉಪ್ಪಿನ ಋಣ ಮುಪ್ಪಿನ ತನಕ, ತಾಯ್ನಾಡಿನ ಋಣ ನಾವು ಮಣ್ಣು ಸೇರುವ ತನಕ ಎಂದು. ಹಾಗೆಯೇ ಈಗ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಂದು ಆಯೋಜಿಸಿದಂತ ಇದಕ್ಕಾಗಿ ರಾಜಕೀಯ ನಾಯಕರು, ಧಾರ್ಮಿಕ ಮುಖಂಡರು ಹಾಗೂ ಮಂಜೇಶ್ವರ ಜನತೆಯು ಹೋರಾಡುತ್ತಿರಬೇಕಾದರೆ ಹಲವಾರು ಜನರ ಪಿತೂರುಗಳಿಂದಾಗಿ ನಮ್ಮ ಮಂಜೇಶ್ವರದ ತಾಲೂಕು ರಚನೆಯ ಕಚೇರಿಯು ಈಗಾಗಲೇ ಉಪ್ಪಳಕ್ಕೆ ತಾತ್ಕಾಲಿಕವಾಗಿ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. CPM പ്രവർത്തകൻ പ്രഭാകരന്റെ 32ാം അനുസ്മരണ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. മാവുങ്കാലിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM പ്രവർത്തകൻ പ്രഭാകരന്റെ 32ാം അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി മാവുങ്കാലിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. കിഴക്കങ്കര കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ നേതാക്കന്മാർ ഏറ്റവും അടുത്തുള്ള ഡിഗ്രി കമ്മീഷനിന്റെ പദവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപിയുടെ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേന്ദ്രൻ നമ്മളെല്ലാം കണ്ടതല്ലേ? എത്ര മാസങ്ങളാണ് നമ്മൾ ടെലിവിഷനിലെല്ലാം നിറഞ്ഞു നിന്ന്. KV രാഘവൻ അധ്യക്ഷനായി. AK നാരായണൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, M. പോക്ലൻ എന്നിവർ സംസാരിച്ചു. മൂലക്കണ്ണം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് ക്യാമ്പ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. സ്റ്റുഡൻസ് പോലീസ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. ഹോസ്ദുർഗ് CI TP സുമേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ആയിരുന്നു ഈ സ്കൂളിൽ. പക്ഷേ കുറച്ച് ഒരു ഷോർട്ട് പീരീഡ് ആയി അതിന്റെ പ്രവർത്തനം വേണ്ടത്ര സജീവമായി കൊണ്ടുപോകാൻ അല്പം കുറച്ച് ദിവസങ്ങൾ സാധിച്ചിട്ടില്ല എന്നുള്ള
ഒരു പ്രയാസത്തോടുകൂടിയാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്തി ആരുടെ കുറ്റമാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ അടുത്ത അക്കാദമിക് ഇയറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് നേരത്തെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നുവോ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം മികവോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി.വി. കുഞ്ഞമ്പു അധ്യക്ഷനായി. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ ബിജുലാൽ, അബ്ദുൾ സത്താർ, കെ സുധാകരൻ, വി.പി. താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ പി. രാജേന്ദ്രൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് എം. വാരിജ നന്ദിയും പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് ടി. കെ. ശ്രീധരൻ, നിർമ്മൽ കുമാർ, പി. ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബദിയടുക്ക ഗോളിയടിയിലെ മുഹമ്മദ് അലിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുമായി ടി സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതായാണ് സൂചന. 35 ഗ്രാം കഞ്ചാവുമായി മംഗൽപാടി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. KM ഹമീദാണ് അറസ്റ്റിലായത്. ചിരപുരാതനമായ അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി പ്രഭാഷണ പരമ്പര തുടങ്ങി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ VK അബ്ദുള്ള പതാക ഉയർത്തി. അൻസാറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 25-ന് ജലീൽ റഹ്മാനി വാണിയന്നൂർ, 26-നും 27-നും ഹാഫിൾ EP അബൂബക്കർ അൽ ഖാസ്മിയും പ്രഭാഷണം നടത്തി. 30-ന് ദഫ്മുട്ട് പ്രദർശനം നടക്കും. 31-ന് അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പളയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മണലിൽ കുഴിച്ചുമൂടിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. ജോപ്പന്റെ കട്ടിൽ ജയിലിൽ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കുവാൻ തയ്യാറാകാത്തതെന്നും കോടിയേരി. ജനവിശ്വാസം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് CPI നേതാവ് C. ദിവാകരൻ. കാസർഗോഡ് മണ്ഡലത്തിൽ LDF ഉജ്ജ്വല വിജയം ആവർത്തിക്കുമെന്നും C. ദിവാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. കെ. സുരേന്ദ്രനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP പരാതി നൽകി. സൈബർ സെൽ അന്വേഷിക്കും. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.